Hello everyone. Welcome back to Literature Hurdles. Let's learn together. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ദ റോഡ് നോട്ട് ടേക്കൻ എന്ന പോമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ റോബർട്ട് ഫ്രോസ്റ്റിനെ പറ്റി നമുക്കൊന്ന് നോക്കി വരാം. റോബർട്ട് ഫ്രോസ്റ്റ് വാസ് മോസ്റ്റ് പോപ്പുലർ പോയറ്റ് ഓഫ് ദ 20th century. He was born in San Francisco, California on March 26, 1874. He is a well-known modern poet. He is generally regarded as a poet, teacher, and a man of wisdom. Many Americans recognize his name, the titles of and lines from his best-known poems, and even his face and the sound of his voice. He was awarded Pulitzer Prize 4 times. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ച റോബർട്ട് ഫ്രോസ്റ്റ് 20th century കണ്ട മികച്ച കവികളിൽ ഒരാളായിരുന്നു. പോപ്പുലറായ ഒരു മോഡേൺ പോയറ്റ് എന്ന് തന്നെ വിളിക്കാം. പോയറ്റ് മാത്രമല്ല, ഒരു ടീച്ചറും അതുപോലെ തന്നെ നല്ല ജ്ഞാനമുള്ളൊരു മനുഷ്യൻ കൂടിയായിരുന്നു. 4 തവണ പുലിറ്റ്സർ പ്രൈസ് സ്വന്തമാക്കിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പോപ്പുലറായ ചില പോംസ് നമുക്കൊന്ന് നോക്കി വരാം. The most masterful poems of Robert Frost include The Witch of Coos, Home Burial, A Servant to Servants, Directive, Neither Out Too Far Nor In Too Deep, Provide, Acquainted with the Night, After Apple Picking, Mending Wall, The Most of It, An Old Man's Winter Night, To Earthward, Stopping by the Woods on a Snowy Evening, Spring Pools, The Lovely Shall Be Choosers, Design, and Desert. The Road Not Taken is a narrative poem by Robert Frost, published in 1916 as the first poem in the collection Mountain Interval. Its central theme is a divergence of paths, both literally and figuratively. The roads diverged in a wood, and the traveller was in a dilemma as to which road he should take. At last, he decided to walk along a grass-covered road less travelled by. The poet rounds off the poem saying that he would be telling this experience of his ages and ages. Hence, because his choice of the road less travelled by made all difference in his life. 1916 പുറത്തിറക്കിയ തൻ്റെ പോയട്രി കളക്ഷനായ മൗണ്ടൻ ഇൻ്റർവെല്ലിലെ ഫസ്റ്റ് പോയമായിരുന്നു ദ റോഡ് നോട്ട് ടേക്കൻ. വ്യത്യസ്തമായ വഴികളെക്കുറിച്ചാണ് ഈ പോയത്തിൽ റോബർട്ട് ഫ്രോസ്റ്റ് അവതരിപ്പിക്കുന്ന മേജർ തീം. അലങ്കാരികമായിട്ടും അക്ഷരാർത്ഥത്തിലും ഡൈവേർജൻസ് ഓഫ് പാത്ത് എന്ന തീമിനെ എടുത്ത് ബ്രില്യൻ്റായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു നമ്മുടെ പോയറ്റ് ചെയ്തത്. അതായത് ഈ പോയത്തിൽ നമ്മുടെ പോയറ്റ് ഒരു ട്രാവലറാണ്. ഒരു ദിവസം അദ്ദേഹം വുഡ്സിലൂടെ നടന്ന് ചെന്ന് നിന്നത് വഴി രണ്ടായി പിരിയുന്ന ഒരു സ്ഥലത്താണ്. ഇനി മുന്നോട്ട് ഏത് വഴി ചൂസ് ചെയ്ത് സഞ്ചരിക്കണമെന്ന കൺഫ്യൂഷനോടെ നോക്കി നിൽക്കുന്നതും ആൻഡ് ലാസ്റ്റ് അധികം ആരും സഞ്ചരിച്ചിട്ടില്ല എന്ന് തോന്നിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് ഈ പോയത്തിൽ. സ്ഥിരമായി എല്ലാവരും സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ പ്രത്യേകിച്ച് പുതുമയൊന്നും വരാനില്ലെന്നും ഒരു ചെറിയ റിസ്കിൽ അധികം ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ലൈഫിലൊരു ഡിഫറൻസ് കൊണ്ടുവരാനാവും എന്ന മെസ്സേജാണ് റോബർട്ട് ഫ്രോസ്റ്റ് ഈ പോയത്തിലൂടെ റീഡേഴ്സിന് കൺവേ ചെയ്യുന്നത്. ഇനി നമുക്ക് പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ നോക്കിയാലോ. ദ റോഡ് നോട്ട് ടേക്കൻ. 2 roads diverged in a yellow wood, and sorry, I could not travel both. And be one traveller, long I stood, and looked down one as far as I could, to where it bent in the undergrowth. The famous opening lines of The Road Not Taken introduce readers to the choice the speaker faces. The main focus of the poem is 2 roads diverge, and the speaker is unable to travel both, and he must choose between them. It's important to notice that speaker reveals a sense of sorrow at having to choose between the 2 roads. The poet kept standing there and looked at the path very carefully as far as he could see it. വളരെ പ്രസിദ്ധമായ ദ റോഡ് നോട്ട് ടേക്കൻ എന്ന പോയത്തിൻ്റെ ഓപ്പണിംഗ് സ്റ്റാൻസ റീഡേഴ്സിനോട് പറയുന്നത് ഇതിലെ സ്പീക്കർ തിരഞ്ഞെടുക്കേണ്ട ചോയ്സിനെ കുറിച്ചാണ്. പോയത്തിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് രണ്ടായി പിരിയുന്ന ഒരു റോഡാണ്. നമ്മുടെ സ്പീക്കറിന് ഇനി ഇവയിൽ ഏത് റോഡ് ചൂസ് ചെയ്യണം എന്ന കൺഫ്യൂഷനിൽ മുന്നോട്ട് പോകാനാവാതെ നിൽക്കുകയാണ്. സെക്കൻഡ് ലൈനിൽ പറയുന്നു ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്, അതായത് ഈ 2 വഴിയിലൂടെയും ഇപ്പോൾ ഒരേ സമയം തനിക്ക് സഞ്ചരിക്കാനാവില്ലല്ലോ എന്ന്. ഏതായാലും ഇനി മുന്നോട്ട് സഞ്ചരിക്കാൻ ഈ 2 റോഡിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്തേ പറ്റൂ. നമ്മുടെ സ്പീക്കർ അവിടെ തന്നെ നിന്ന് തനിക്ക് മുന്നോട്ട് കാണാവുന്നിടത്തോളം അയാൾ നോക്കി നിൽക്കുകയാണ്. The poem represents a world which is full of people, where people have been living for many years. They represent people who are older than the poet. The speaker's struggle sets up one of the poem's main themes, the role of choice and uncertainty in life. It also reveals something important about the speaker's attitude towards the role of choice in life. This can happen in our life too,
when we have choices and alternatives, but we have to choose only one out of them. We will take time to think about the pros and cons, whether it is suitable for us or not, and only then we take a decision on what path we should choose. ഈ പോം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രോബ്ലമാണ്, കാലങ്ങളായുള്ള ഒരുതരം കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. ജീവിതത്തിൽ പലർക്കും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. അതായത് നമുക്ക് മുമ്പിൽ ചില ഓപ്ഷൻസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, അതിൽ നിന്ന് ഒരെണ്ണം മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാനാവാത്ത ഒരവസ്ഥ. അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക? നന്നായി ചിന്തിച്ച് വരുംവരായികളൊക്കെ ആലോചിച്ച് നമുക്ക് ചേരുമോ ഇല്ലയോ എന്നൊക്കെ ചിന്തിച്ച ശേഷമായിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ഏതായിരിക്കും കൂടുതൽ ബെറ്റർ അത് ചൂസ് ചെയ്യുക. സോ ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റ് ഡൈവേർജിങ് പാത്സ് എന്ന ഇമേജ് യൂസ് ചെയ്ത് ലൈഫിലെ ഇത്തരം സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണ്. Then took the other as just as fair, and having perhaps the better claim, because it was grassy and wanted wear. Though as for that, the passing there had warned them really about the same. സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. The poet kept on looking at one path for a long time to check if it is the right path for him or not, and then he decided and started walking on another path. He says, just as fair, so he felt that both paths were equally good and started walking on one of them. He adds that maybe he felt that the path was better for him, so he chooses it as it had grass on it, which means that it was unused. പലരും നടന്നു തെളിഞ്ഞ് തൻ്റെ മുമ്പിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വഴിയിലേക്ക് അദ്ദേഹം ഒരുപാട് നേരം നോക്കി നിന്നു. ഈ വഴി തിരഞ്ഞെടുത്താൽ ശരിയാവുമോ ഇല്ലയോ എന്നൊക്കെ ഒരുപാട് നേരം ചിന്തിക്കുകയും ചെയ്തു. എന്നിട്ട് അധികം ആരും സഞ്ചരിച്ചിട്ടില്ല എന്ന് തോന്നിയ മറ്റേ വഴിയിലൂടെ നടക്കാൻ തീരുമാനിച്ചു. അധികം ആരും സഞ്ചരിച്ചിട്ടില്ലെന്ന് തോന്നാൻ കാരണം ആ വഴിയിലാകെ പുല്ല് കിളുത്ത് നിൽപ്പുണ്ടായിരുന്നു. Not many people had walked on this path earlier. That's why this path was grassy. And wanted wear means that it was not walked over by many people. After he walked on the path for some distance, he realized that both the paths has been worn out the same way. Both the paths were similar and worn out. Even in our life, we may take any option, but all of them have the same benefits, disadvantages, problems, challenges, and we must face them. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, അധികം ആരും ആ വഴി നടന്നിട്ടുണ്ടാവില്ല, ബിക്കോസ് ആ വഴിയിലാകെ പുല്ല് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു എന്ന്. വാണ്ടഡ് വിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികം ആരും നടക്കാത്തതെന്നാണ്. കുറച്ച് ദൂരം ചെല്ലുമ്പോഴാവും മനസ്സിലാവുക താൻ ചൂസ് ചെയ്തത് മറ്റേ വഴി പോലെ തന്നെയുള്ള ഒന്നായിരിക്കുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ പോലും ചില സമയങ്ങളിൽ ഇതുപോലെ നമുക്ക് മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ടാവും. ഓരോ ഓപ്ഷൻസിനും അതിൻ്റേതായ നേട്ടങ്ങളും കോട്ടങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാവും. അവയൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം എന്നാണ് നമ്മുടെ പോയിറ്റ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. And both that morning equally lay in leaves, no steps had trodden black. Oh, I kept the first for another day, yet knowing how way leads on to way, I doubted if I should ever come back. The poet says that both the paths were similar that morning. Both had leaves on them, and no one had stepped on them as they were still green in color. He decided that day he would take one path and keep the other path for another day, although he knew that one way leads on to another way. ഇവിടെ പോയിട്ട് പറയാണ് ആ രണ്ട് വഴികളും ഒരുപോലെ തോന്നുന്നുവെന്ന്. സമയം രാവിലെയാണെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. രണ്ട് വഴികളിലും കൊഴിഞ്ഞു കിടക്കുന്ന ഇലകൾ കാണുന്നുണ്ട്. അതിനു മീതെ കൂടി ആരും നടന്നിട്ടില്ല, ബിക്കോസ് ആ ഇലകളെയൊക്കെ ചതച്ചരച്ച പാടുകളൊന്നും കാണുന്നുമില്ല. ഇല കൊഴിയുന്ന കാര്യം പറയുന്നതുകൊണ്ട് തന്നെ ഇത് ഓട്ടം സീസൺ ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. ആ ദിവസം നമ്മുടെ സ്പീക്കർ ചൂസ് ചെയ്യുന്നത് അധികം ആരും നടന്നിട്ടില്ല എന്ന് തോന്നിയ ആ വഴിയാണ്. മറ്റേ വഴിയിലൂടെ മറ്റൊരു ദിവസം നടക്കാമെന്നും തീരുമാനിക്കുകയാണ്. ഇനി നമുക്ക് പോയറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസർ നോക്കാം. I shall be telling this with a sigh. Somewhere, ages and ages hence, two roads diverged in a wood, and I took the one less travelled by, and that has made all the difference. Poet says that in the future he will keep a deep breath and say that once upon a time he had reached a point in life where he had to make one choice. There were two options for him, and he had to opt for one. At that time, he decided to take that road which was less travelled by people. It means that he took that decision which rare people take. And that decision has changed his entire life. The poet sent a powerful message that people should decide wisely in their life, because the decision they take
will have an impact on the rest of their life. ഇവിടെ നമ്മുടെ പോയിറ്റ് പറയാണ്, ഫ്യൂച്ചറിൽ ഈ കാര്യം ഓർത്ത് താൻ നെടുവീർപ്പിട്ടുകൊണ്ട് ഒരിക്കൽ പറയും, ഒരിക്കൽ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ ഡിസിഷൻ എടുക്കേണ്ടി വന്നിരുന്നു. തനിക്ക് മുമ്പിൽ അന്ന് 2 ചോയ്സസ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മാത്രമേ ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു. അന്ന് താൻ ചൂസ് ചെയ്തത് അധികം ആരും ചൂസ് ചെയ്യാത്തൊരു വഴിയായിരുന്നു. അതായത് അധികം ആൾക്കാരൊന്നും ഇത്തരം ഡിസിഷൻസ് അവരുടെ ലൈഫിൽ എടുക്കാൻ ധൈര്യപ്പെടില്ല. എല്ലാവരും കടന്നുപോയ വഴിയാണെങ്കിൽ റിസ്ക് ഉണ്ടാവില്ലെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും, അല്ലേ? പക്ഷേ താൻ എടുത്ത ഡിസിഷൻ തൻ്റെ എൻ്റയർ ലൈഫിനെ തന്നെ മാറ്റിമറിച്ചു കളഞ്ഞു. ഈ പോയത്തിലൂടെ പോയറ്റ് ഒരു പവർഫുൾ മെസ്സേജാണ് നമുക്ക് തരുന്നത്. ലൈഫിൽ ഇത്തരം സിറ്റുവേഷൻസിൽ ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്യുക. ബിക്കോസ് പിന്നീടുള്ള നമ്മുടെ എൻ്റയർ ജീവിതത്തിലേക്കും ഇപ്പോഴെടുത്ത ആ ഡിസിഷൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ലൈഫിൽ എപ്പോഴെങ്കിലും റിസ്ക് എടുക്കാൻ തയ്യാറാവണമെന്ന ഒരു സന്ദേശം കൂടെ റീഡേഴ്സിന് നൽകിക്കൊണ്ട് പോയം അവസാനിക്കുന്നു. ഇനി നമുക്ക് പോയത്തിനൊരു കൺക്ലൂഷനോട് നോക്കണ്ടേ? ലെറ്റ്സ് സീ. There are smooth roads and grass-covered roads. The former refers to easy choices and the later refers to hard choices. And it is a grassy road that the poet opted for, and he belongs to the minority. The last 2 lines of the poem are exceptionally ambiguous and are interpreted differently as expressing pride and regret. Most people take most traveled road in life because it's not paved with obstacles and difficulties. As in most Robert Frost poem, it's written in the language people speak in their daily lives. ജീവിതത്തിൽ പല കാര്യങ്ങളും ചൂസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പലവട്ടം ചിന്തിച്ച ശേഷം ഡിസിഷൻ എടുക്കുക. ചില ഡിസിഷൻ എടുക്കുമ്പോൾ സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ടുള്ളതാവും മെജോറിറ്റി ആൾക്കാരും എടുക്കുന്നത്. കല്ലും പുല്ലും ഒക്കെ നിറഞ്ഞ വഴികൾ മൈനോറിറ്റി ആളുകളെ ചൂസ് ചെയ്യാറുള്ളൂ. നമ്മുടെ പോയറ്റ് അത്തരം മൈനോറിറ്റിയിലുള്ള ആളാണ്. ലാസ്റ്റ് 2 ലൈൻസിൽ പല വിധത്തിൽ പലരും ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. ചിലർ അഭിപ്രായപ്പെടുന്നത് പോയറ്റ് താൻ ചൂസ് ചെയ്ത ഡിസിഷനിൽ അഭിമാനിക്കുന്ന എന്ന തരത്തിലും, ചിലർ പറയുന്നത് തെറ്റായ ഡിസിഷൻ എടുത്തതിൻ്റെ പേരിൽ ദുഃഖിക്കുന്ന എന്ന തരത്തിലുമാണ്. ജീവിതത്തിൽ അധികം ആരും കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയൊക്കെ പിന്നാലെ പോകാറില്ലല്ലോ. എങ്ങനെ ഈസിയായി റിസ്ക് ഇല്ലാതെ കഴിഞ്ഞു പോവാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും മിക്കവാറും ആൾക്കാർ. അങ്ങനെ സാധിക്കാനാണ് മിക്കവാറും ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും. ഫസ്റ്റ് പേഴ്സണിൽ എഴുതിയ ഈ പോം റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മറ്റു പോംസ് പോലെ തന്നെ കോമൺ മാൻ നിത്യജീവിതത്തിൽ സംസാരിക്കുന്ന ലാംഗ്വേജിൽ വളരെ സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ദ റോഡ് നോട്ട് ടേക്കൻ എന്ന പോയത്തിൻ്റെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാവുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ലിറ്ററ ഹാഡിൽസ് അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.